ആരോഗ്യമന്ത്രി പറഞ്ഞത് വിഴുങ്ങിയാണ് സർക്കാർ ഹൈക്കോടതിയിൽ അവസാനത്തെ നീക്കവും നടത്തിയത്. അനിതയ്ക്ക് നിയമനം നൽകാതിരിക്കാൻ മറ്റ് സഹപ്രവർത്തകരെ ആയുധമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒഴിവുവന്ന പുതിയ നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ യോഗ്യരായി മറ്റ് 18 പേരുണ്ട്. അവരിലൊരാൾക്ക് നിയമനം നൽകണം. മുൻപൊന്നുമില്ലാത്ത തടസ്സവാദമാണ് റിവ്യൂ ഹർജിയിലുള്ളത്. അനിതയുടെ കോടതിയലക്ഷ്യ ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് തിടുക്കപ്പെട്ട് ഇന്നലെ റിവ്യൂ ഹർജി നൽകിയത്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ വല്ലാത്തൊരു വാശിയാണ് പ്രകടമാകുന്നത്. അനിതയ്ക്കെതിരായ അച്ചടക്ക നടപടിവാദങ്ങളെയൊക്കെ മാർച്ച് 1 ഉത്തരവിൽ തന്നെ ഹൈക്കോടതി തള്ളിയിരുന്നതാണ്. ഏപ്രിൽ 1 ഒഴിവരുന്ന തസ്തികയിൽ അവർക്ക് നിയമനം നൽകാൻ നിർദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരുന്നു. 1 മാസത്തിലേറെ സർക്കാർ ഇതിൽ അനങ്ങിയില്ല. അനിതയുടെ കുത്തിയിരിപ്പ് സമരവും കോടതിയലക്ഷ്യ ഹർജിയും സർക്കാരിനെ വെട്ടിലാക്കി. കൂടുതൽ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് റിവ്യൂ ഹർജിയുമായി എത്തിയത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.